ഇങ്ങനെ ഏത് അവയവങ്ങളും നോക്കൂ, ഏത് അവയവങ്ങളും എടുത്തു നോക്ക് നിങ്ങൾ. ആ അവയവങ്ങളൊക്കെ തുറക്കപ്പെടുമ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ചൊല്ലണം എന്ത്? അല്ലാഹു കാവൽ തേടാൻ പറഞ്ഞിട്ടുണ്ട്, പിശാചിനെ തൊട്ട് കാവൽ തേടാൻ പറഞ്ഞിട്ടുണ്ട്. ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, നിന്റെ ജനനേന്ദ്രിയം തുറക്കപ്പെടാൻ പോവാൻ. അപ്പോൾ എന്ത് ചെല്ലണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദും ബിസ്മിയും ചൊല്ലാതെ ഭാര്യയുമായി ബന്ധം പോലും അരുത്. ഇത് റസൂലുള്ള പഠിപ്പിച്ച അധ്യാപനമാണ്. കാരണം നിന്റെ ശരീരത്തിൻ്റെതാകുന്ന അവയവമാകുന്ന ജനനേന്ദ്രിയം തുറക്കപ്പെടാൻ പോവുകയാണ്. തുറക്കുമ്പോൾ പിശാച് കയറും. ഹദീസുണ്ട്, ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല, വേറെ വിഷയമായി പോകൊണ്ടാണ്. ഹദീസുണ്ട്, ചെറുത് വെറുതെ തമാശ പറയല്ല. അവിടെയല്ലേ പഴയ ആളുകൾ പറയും ഇസ്മി അല്ലാത്ത സൈസാണത് അതൊക്കെ എന്ന് പറയലുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അത് കാര്യമാണ്, നിസ്സാര കാര്യമല്ല. മക്കൾ പിഴയ്ക്കാൻ കാരണമായി തീരും. അള്ളാഹു ആക്കട്ടെ. നമ്മൾ ആ സമയത്ത് ആസ്വാദനത്തിൽ ശ്രദ്ധിക്കൂല, പക്ഷെ അത് ശ്രദ്ധിച്ചേ പറ്റൂ. ഭാര്യ ഒന്നിൽ ഉണർത്തണം, അല്ലെങ്കിൽ ഭർത്താവ് ഉണർത്തണം. രണ്ടുപേരും ഉണർന്നുകൊണ്ട് ആ വിഷയത്തിൽ ഗൗരവമായി കാണണം. قال رسول الله صلى الله عليه وسلم, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടുത്തുകയാണ്, ഇദാ ജാമ റജുലു മഅ ഇംറാതിഹി വലം യുസമ്മില്ലാഹ തആല ഇൻതവ ശൈത്താനു ഇഹ്ലീലഹു ഫയുജാമിഉ മഅഹു സദഖ റസൂലുള്ളാഹി. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഒരു വ്യക്തി അവന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വലം യുസമ്മില്ലാഹ തആല, അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ ബിസ്മി ചൊല്ലാതെ അഊദു ചൊല്ലാതെയാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ ഇൻതവ ശൈത്താനു ഇഹ്ലീലഹു, പുരുഷ നിന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് പിശാച് ചുരുണ്ട് കിടക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇൻതവാ യൻതവി എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കിടക്കുക എന്നാണ്. പിശാച് ചുരുണ്ട് കിടക്കുക എവിടെ? അവന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത്. ഹബീബ് റസൂലുള്ളാഹി. പിന്നെ അവളുമായി ബന്ധപ്പെടുന്നത് അവനാണെങ്കിലും ബന്ധപ്പെടുന്നത് ആരായിരിക്കും? പിശാചായിരിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. അപ്പൊ അതിലൂടെ ഉണ്ടാകുന്ന കുട്ടിയോ പൈശാചികത ഉണ്ടാകും, ഉറപ്പാണ്. അല്ലാഹു ആക്കട്ടെ. കണ്ട, അപ്പൊ നിന്റെ അവയവങ്ങൾ എന്ത് തുറക്കപ്പെട്ടാലും അവിടെയൊക്കെ ഔദും ബിസ്മിയും നിർബന്ധമാണ്. എല്ലാ സ്ഥലത്തും നിർബന്ധമാണ്. ഇങ്ങനെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കാൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെയേറെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതായ കാര്യങ്ങളാണ്. നല്ല നല്ല മാസങ്ങൾ, നല്ല നല്ല ദിവസങ്ങൾ, നല്ല നല്ല സന്ദർഭങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ദുനിയാവാകുന്ന കാലഘട്ട ജീവിതത്തിൽ, കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ മുൻഗാമികൾ ചെയ്തതാകുന്ന നന്മകളെക്കാൾ കൂടുതൽ സ്വരൂപിക്കുന്നതിന് വേണ്ടി അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ഘട്ടമാണ്, മൂന്നാം ഘട്ടം. അവിടെയാണ് ഖബർ ജീവിതം, ആലമുൽ ബർസഖ്, ഖബർ എന്ന ഭയാനകമായ ലോകം. ഇവിടുന്ന് പോകുമ്പോൾ അടുത്ത് പോകുന്നത് അങ്ങോട്ടാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ഖബറിലേക്കാണ്. അല്ലാഹു നമ്മുടെ മരണമൊക്കെ നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല രീതിയിൽ, നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട്, നല്ല രീതിയിൽ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കാമി പറയുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളൂ ഇൻഷാ അല്ലാഹ്. എല്ലാവരുടെയും നിയ്യത്തായിക്കോട്ടെ. ഇന്നത്തെ ബക്കറ്റിലിടുമ്പോൾ മരണം നമുക്ക് ഹൈറായ ദിവസമാകണം, നല്ല രീതിയിലാകണം, നല്ല സന്ദർഭത്തിലാകണം, നല്ലവരുടെ ചാരത്ത് വെച്ചാകണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ സ്വതക്കളെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സ്വലാത്തിൽ ഇൻഷാ അല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ സ്വതക്കകൾ നീ ഖബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സർവ്വത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ.
മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഈ സദഖയും ഈ കൂടലുമെല്ലാം അതിന് നിദാനമാക്കണേ അല്ലാ. ഏതെല്ലാം ഖൈറായ ലക്ഷ്യങ്ങളാണ് ഞങ്ങളുടെ മനസ്സിന്റെ കത്തളങ്ങളിലുള്ളത്, സർവ്വ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. കടമില്ലാത്ത ജീവിതം നൽകണേ അല്ലാ. ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ആലമുൽ ബർസഖ് ദുനിയാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിന്റെയും നാലാം ഘട്ട ജീവിതമാകുന്ന മഹ്ശറയുടെയും ഇടയിലുള്ളതാകുന്ന ഒരു മറയുടെ ലോകം, അതാണ് ആലമുൽ ബർസഖ്. മൊത്തം എത്ര ഘട്ടങ്ങളുണ്ട്? 5. 1 ആത്മാക്കളുടെ ലോകം, 2 ഇപ്പോൾ നിലകൊള്ളുന്ന ദുനിയാവ്, 3ാമത്തെ ലോകം ആലമുൽ ബർസഖ് ഖബർ എന്ന ഭയാനകമായ ലോകം, 4ാമത്തത് മഹ്ശറ ആലമുൽ ഹശ്ർ, 5ാമത്തത് അൽ ജന്നത്തു അവിന്നാർ. 2ാം ഘട്ട ജീവിതമാകുന്ന ഇപ്പോൾ വസിക്കുന്ന ഈ ദുനിയാവിൽ സുകൃതം ചെയ്തവന് അള്ളാഹു സ്വർഗം കൊടുക്കും. അതല്ലേ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കളിച്ച് തിരിച്ചു നടന്നവൻ അന്നാർ. 5ാം ഘട്ട ജീവിതം കത്തിച്ചൊലിക്കുന്ന നരകമായിരിക്കും. അള്ളാഹു നമ്മളെ ഏവരെയും നരകത്തെ തൊട്ട് കാക്കട്ടെ. സ്വർഗപ്രവേശനത്തിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് ആമീൻ പറഞ്ഞതുകൊണ്ട് മാത്രം കിട്ടൂല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സുഹൃതം വേണ്ടി വരും, നിർബന്ധമാണ്. ഓരോരുത്തരും ചെയ്യണം. വാപ്പ ചെയ്താൽ മകന് കിട്ടൂല, ഉമ്മ ചെയ്താൽ മകൾക്ക് കിട്ടൂല, സഹോദരൻ ചെയ്താൽ സഹോദരിക്ക് കിട്ടൂല, ഇവരാരെങ്കിലും ചെയ്താൽ തിരിച്ചും കിട്ടൂല, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കിട്ടൂല. അവനവൻ ചെയ്തെങ്കിൽ മാത്രമേ സ്വർഗം കിട്ടൂ. അത് നിസ്സാര കാര്യമല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ല പിന്നെ ഓർമ്മയും ബുദ്ധിയൊന്നും ഇല്ലാതിരിക്കണം. അൽ ജുനൂന് ഹുനൂനായിരിക്കണം. ബുദ്ധിയില്ലാത്ത ആളാണെങ്കിൽ രക്ഷപ്പെട്ടു, അവനവർ രക്ഷപ്പെടും. അവനവർ ചെയ്യണമെന്നൊന്നുമില്ല. ഭ്രാന്തനായതുകൊണ്ട് അവൻ്റെ മേൽ ശാസനയില്ല, തക്ലീഫില്ല, എല്ലാത്തിനും അവൻ രക്ഷപ്പെടും. വളരെ റാഹത്തായ നിലയിൽ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റും. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. അവൻ്റെ ത്വാഅത്തിലായി അല്ലാഹു ദീർഘായുസ്സ് നസീബാക്കട്ടെ. ഈ ദുനിയാവിൽ നമ്മളൊക്കെ വിട പറയേണ്ടവരാണ്. എല്ലാവരും വിട പറയും. ഒരാളും ഈ ലോകത്ത് ശാശ്വതത്വമില്ല. മനസ്സിലാക്കി. 26 ദിവസമായി ഈ വിനീതന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ട്. തഴവ ഉസ്താദിന്റെ 3ാമത്തെ മകളാണ്. 9 മക്കളാണുള്ളത്. അതിൽ 7 പെണ്ണും 2 ആണുമാണ്. ഒരാൺമകൻ മരണപ്പെട്ടു പോയി. നേരത്തെ തന്നെ മുസ്ലിയാരായിരുന്നു, സാദുദ്ദീൻ മുസ്ലിയാർ. അദ്ദേഹവും തഴവ ഉസ്താദിന്റെ ഭാര്യയാകുന്ന മഹദിവറുകളും അടങ്ങിയിട്ടുള്ളത് 3 ആളുകളും തഴവ കുറ്റിപ്പുറം വടക്കേപ്പള്ളിയുടെ ചാരത്താണ്, സ്വന്തം സ്ഥലത്താണ് ഇവരടക്കം ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, എപ്പോഴാണ്, ഏത് സമയത്താണ്, എവിടെ വെച്ചാണ്, ഏത് രീതിയിലാണ് മരണം വരിക എന്നുള്ളത് ആർക്കും തന്നെ തീർച്ചപ്പെടുത്താൻ പറ്റൂല. നമ്മളൊക്കെ ഏത് നിമിഷവും ഏത് സെക്കൻഡിലും എവിടെ വെച്ചും മരണപ്പെട്ടു പോകാം. അള്ളാഹു നല്ല മരണം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയവും സന്ദർഭവും ഒക്കെ അറിഞ്ഞുകൊണ്ട് മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊരു വലിയ തൗഫീഖാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല രീതിയിൽ മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, മാമിൻ മുഅ്മിനിൻ യമൂതു ഇല്ലാ ലഹു നദിമ ശഫീഉന റസൂലുള്ളാഹി. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മരിക്കുന്ന ദിവസം വലിയ ഖേദമായിരിക്കും, ദുഃഖമായിരിക്കും. സഹാബത്ത് ചോദിച്ചു, വമാ നദാമത്തുഹു യാ റസൂലല്ലാഹ്, എന്താണ് അവന്റെ ഖേദം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും, വിശ്വാസികളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അവർക്ക് വലിയ ഖേദമാണ്. എന്താണ് അവരുടെ മനസ്സിലുള്ള ഖേദം? എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയതാകുന്ന അമലുകൾ കുറഞ്ഞു പോയോ എന്ന ഖേദമാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇനിയും ചെയ്യാനുണ്ടല്ലോ, എൻ്റെ നമസ്കാരങ്ങൾ കൂടുതൽ എനിക്ക് അധികരിപ്പിക്കാമായിരുന്നു, എൻ്റെ നോമ്പുകൾ എനിക്ക് ഒരുപാട് സുന്നത്ത് നോമ്പുകൾ നോറ്റുവീട്ടാമായിരുന്നു, എനിക്കെൻ്റെ സദഖകൾ ഒന്ന് കൃത്യമാക്കാമായിരുന്നു, എൻ്റെ സകാത്തുകൾ ഇനിയും കൊടുത്തുവിടാൻ ബാക്കിയുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു
എനിക്കിനിയും പരിശുദ്ധമായ റൗളയിൽ പോയി മുത്തുനബി ഒന്ന് കാണാമായിരുന്നു. എനിക്ക് പരിശുദ്ധമായ കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാമായിരുന്നു. എനിക്ക് പാവങ്ങളുടെ കണ്ണീരപ്പാനും നിരാലംബര കവലംബമാകാനും നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കാനും എന്റെ മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുത്തുകൊണ്ട് സേവനം ചെയ്തുകൊണ്ട് രാപകൽ അധ്വാനിക്കാനും എനിക്ക് സാധിക്കാമായിരുന്നു. ഇല്ല അയ്യകൂന അസ്ദാദ, എന്റെ ജീവിതത്തിൽ ഒരുപാട് അധികമായി അമലുകൾ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ പോലും അവസാന ഘട്ടത്തിൽ കരയുന്നത് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഈ ലോകത്ത് അവസാനം വിട പറയുന്ന സമയത്ത് ദുഃഖമായിരിക്കും. ഇനിയും ഒരുപാട് സുഹൃതങ്ങൾ എനിക്ക് ചെയ്യാമായിരുന്നല്ലോ, കുറഞ്ഞു പോയോ എന്നോർത്തിട്ടായിരിക്കും അവന്റെ വിഷമമെന്ന് ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ട് ആ ഒരു വിഷമഘട്ടം നമുക്ക് ആർക്കും ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അമൽ വളരെയേറെ കൂടുതൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി പറഞ്ഞ ആയുസ്സിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ ആയുസ് എത്രയായി? വളരെ ചുരുക്കപ്പെട്ടു. നമുക്ക് ഇപ്പോൾ തന്നെ ആയുസ് വളരെയേറെ ചുരുങ്ങിയിരിക്കുന്നു. 30, 40, 50 വയസ്സെത്തിയവർ ഈ സദസ്സിലുണ്ടാകും. റസൂലുള്ളാഹി പറഞ്ഞ ആയുസ്സിലേക്ക് നോക്കുമ്പോൾ 20 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ്, വേണ്ട 1 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ്, ഈ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുകയായിരിക്കും. ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഒരു കാലഘട്ടം തന്നെ നിന്നിൽ നിന്ന് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. മരണം നിന്നെ മാടി വിളിക്കുന്നു, ഖബർ നിന്നെ മാടി വിളിക്കുന്നു, മഹ്ശർ നിന്നെ മാടി വിളിക്കുന്നു, സ്വർഗമോ നരകമോ ഏതാണ് നിന്നെ മാടി വിളിക്കുന്നത് അറിയില്ല. അതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനമാകുന്ന മേഖലയായി ഈ രണ്ടാം ഘട്ട ജീവിതത്തെ നീ കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ കാലഘട്ട ജീവിതത്തിൽ നിന്ന് എല്ലാവരും മരണപ്പെടും, ഉറപ്പാണ് സഹാബ. അവസാന കാലഘട്ടത്തിലേതാകുന്ന ജനങ്ങളെ പറ്റി റസൂലുള്ളാഹി പറയുകയാണ്, ലാ തഖൂമുസ്സാഅ ഹത്താ അതാ റജുലു ഇംറാതാ വഖസാ അബാ വഅദ്നാ സദീഖാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബ സഹാബ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ, ഈ ലോകം നശിക്കുകയില്ല സഹാബ, ഹത്താ അതാ റജുലു ഇംറാതാ. അവസാന കാലഘട്ടത്തെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, ഭാര്യമാരെ അനുസരിക്കുന്ന ഭർത്താക്കന്മാരെ കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ. നമസ്കരിക്കാൻ ഭാര്യയോട് പറയുമ്പോൾ ഭാര്യ വിസമ്മതം മൂളുകയാണ്, ശുദ്ധിയുള്ള പെണ്ണാണ്, നമസ്കരിക്കാതെ നിലകൊള്ളുകയാണ്. റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കാൻ പറയുമ്പോൾ അശുദ്ധി എന്ന കളവ് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന പെണ്ണാണ്. പർദ്ദ ഇസ്ലാമികമാകുന്ന വസ്ത്രധാരണം നടത്താൻ ഭർത്താവ് ഭാര്യയോട് പറയുമ്പോ അവൾ അധികാരത്തിന്റെ സ്വരത്തോടുകൂടി മോശപ്പെട്ട വർത്തമാനം പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയാണ്. അവളുടെ എല്ലാ വാക്കുകളെയും കേട്ടുകൊണ്ട് അടങ്ങി ഒതുങ്ങി കൂടുന്ന ഭർത്താക്കന്മാരില്ലയോ? ദീനിയായ വിഷയങ്ങളിൽ പോലും തിരിഞ്ഞു നിൽക്കുന്നതായ ഭാര്യമാര് സ്വന്തം ഭർത്താവ് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയിലത്ത് അവൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടാ കഷ്ടപ്പെട്ടു കൊണ്ടുവന്നതായ സമ്പാദ്യം ഭാര്യയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോ ഒരു മടിയില്ലാതെ നാണമില്ലാതെ വെളുപ്പില്ലാതെ ആ പൈസയിൽ നിന്ന് ഹറാമായ മേഖലകളിലേക്ക് ചെലവഴിച്ച് ഒരു കണക്കും രേഖപ്പെടുത്താതെ മോശമായ രീതിയിൽ ജീവിക്കുന്ന സഹോദരിമാരില്ലയോ? ഭർത്താവ് പ്രവാസ ലോകത്ത് നിലകൊള്ളുമ്പോ ആ ഭർത്താവ് അറിയാതെ മറ്റുള്ള കാമുകന്മാരുമായി രഹസ്യമായ തിയേറ്ററിലേക്ക് പോയി അവരുമായി ചാറ്റിംഗ് നടത്തുകയും അവരുമായി ശാരീരികമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന മോശപ്പെട്ടതാകുന്ന സഹോദരിമാരില്ലയോ? നഊദു ബില്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇതെല്ലാം വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് പോലും ഭാര്യയ്ക്ക് അടിമപ്പെട്ട ജീവിതം നയിക്കുന്ന ഭർത്താവില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ, ലോകാവസാനത്തിന്റെ അടയാളമാണ്. തീർന്നില്ല തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഅഖസാ അബാ, മാതാപിതാക്കളെ അകറ്റുകയാണ്.
മക്കള് മാതാപിതാക്കളെ അകറ്റുന്ന കാലഘട്ടം കടന്നു വരും സ്വഹാബ. അവരെ അകറ്റുകയാണ്, അടുത്ത് നിർത്തുന്നില്ല, അവർക്ക് ചെലവ് കൊടുക്കുന്നില്ല, അവർക്ക് ഭക്ഷണം നൽകുന്നില്ല, അവരെ സ്നേഹത്തോടുകൂടി കാണുന്നില്ല, അവരെ വീട്ടു തടങ്ങളിലോ വീടിന്റെ പുറത്തോ എറിയുകയാണ്. അവരെ ഒഴിവാക്കിക്കൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് സിനിമ കാണുകയാണ്, അവരെ ഒഴിവാക്കിക്കൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് സിനിമ കാണുകയാണ്, അവരെ ഒഴിവാക്കിക്കൊണ്ട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഥവാ അവരെ പരിപൂർണമായി വീടിന്റെ പടിക്ക് പുറത്താണ്. വാപ്പയും അമ്മയും എതിർക്കുന്നവരാണ്. സിനിമ കാണരുതേ, സീരിയൽ ദർശിക്കരുത് എന്ന് പറയുന്നവരാണ്. മാതാപിതാക്കൾ ആ കാരണത്താൽ തന്നെ വീടിന്റെ പുറത്തിട്ടുകൊണ്ട് വാതിൽ കുറ്റിയിടുകയാണ്, അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുകയാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, കൂട്ടുകാരെ വീട്ടിനുള്ളിലേക്ക് അടുപ്പിക്കുകയാണ്. സഹോദരിയോട് ചോദിക്കുകയാണ്, ഉമ്മ മകളെ ഇതാരാണ് എന്ന് കുട്ടികളെ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുമ്പോ ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുന്ന സഹോദരിമാര്, ഇതെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയുന്നതായെന്ന ബോയ്സുകൾ ഇന്ന് സമൂഹത്തിൽ ധാരാളമാണ്. അവർ എവിടെ വേണമെങ്കിലും കടന്നു ചെല്ലാം, ഏത് റൂമിൽ വേണമെങ്കിലും കടന്നു ചെല്ലാം, ഏത് രാവിൽ വേണമെങ്കിലും കടന്നു ചെല്ലാം, ഏത് അസമയത്തും കടന്നു ചെല്ലാം, ആർക്കും ഒരു പ്രശ്നമല്ല. സംശയലേശമന്യേ ഏത് രാവുകളിലും അവർക്ക് എവിടെയും ഏത് സമയത്തും എപ്പോഴും ഏത് രീതിയിലും ചാറ്റിംഗ് നടത്താം. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ മാതാപിതാക്കൾ തുറന്നിട്ട് കൊടുക്കുകയാണ്. അത് ചെയ്യാത്തത് സമ്മതിക്കാത്ത മാതാപിതാക്കളെ വീടിന്റെ പടിക്ക് പുറത്താക്കുന്ന രംഗമാണ് സ്വഹാബ കാണാൻ പോകുന്നതെന്ന് ഹബീബായ റസൂലുള്ളാഹി. ശരിയല്ലേ റസൂലുള്ള പറഞ്ഞത്? ഒരു കാലഘട്ടം മുമ്പ്, കേവലം ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പ്, ഉമ്മയുടെ സാരി തുമ്പിലോ പർദ്ദയുടെ തുമ്പിലോ പിടിച്ചുകൊണ്ട് പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോയതും എഞ്ചിനീയർ പഠിക്കാൻ പോയതും എന്തിനേറെ LKG തലം മുതൽ മാതാപിതാക്കളോട് പറയാത്ത രഹസ്യങ്ങളില്ല, അവരോട് സംവദിക്കാത്ത അവസ്ഥകളില്ല. ഇന്ന് മാതാപിതാക്കളെ അകറ്റുകയാണ്. അവർ ഭക്ഷണം കഴിക്കാൻ കൂടെ വിളിച്ചാൽ പോലും ഇല്ല, ഞാൻ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കഴിക്കാമെന്ന് പറയുന്ന യുഗത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറിയിരിക്കുകയാണ്. കടയിൽ പോയി തട്ടുകടയിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന മക്കളല്ലയോ, ബീഫും പൊറോട്ടയും ചിക്കനും കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന മക്കളല്ലയോ, മാതാപിതാക്കൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തെ തൃണവൽഗണിക്കുന്ന മക്കളല്ലയോ, സമൂഹമല്ലയോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് പുലർന്നില്ലയോ? ഒരു കാലഘട്ടത്തിൽ എന്റെ ഉമ്മ വെച്ച ആഹാരമാണ് ഏറ്റവും നല്ല ആഹാരമായി എന്റെ ജീവിതത്തിലുള്ളതെന്ന് പറഞ്ഞിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് മാതാപിതാക്കളെ അവഗണിക്കുകയാണ്, ഉമ്മയെ അവഗണിക്കുകയാണ്. അവരുടെ ഭക്ഷണത്തിന് വിലയില്ല. വാപ്പ പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുത്തുകൊണ്ട് വന്ന ശമ്പളത്തിന് മക്കൾക്ക് വിലയില്ല. മക്കൾ ഇന്ന് വലിയ വിദൂര വിദ്യാഭ്യാസത്തിന്റെ ആളുകളാണ്. അവരുടെ കൂട്ടുകാരുമായി കൂട്ടിക്കെട്ടാൻ മാതാപിതാക്കളുടെ ഡിഗ്രികൾ മതിയാവുന്നില്ല. പാവപ്പെട്ട കർഷകനാണ്, പാവപ്പെട്ടതാകുന്ന ചെറിയ ബിസിനസ്സുകാരനാണ്. ഈ ചെറുകിട ബിസിനസ്സുകാരൻ മാതാപിതാക്കളെ അകറ്റുകയാണ്. മാതാപിതാക്കളെ അകറ്റിക്കൊണ്ട് മക്കൾ നിലകൊള്ളുകയാണ്. മക്കളുടെ സ്റ്റാറ്റസിന് യോജിച്ചതാകുന്ന വിദ്യാഭ്യാസമോ കോലമോ രൂപമോ മാതാപിതാക്കൾക്കില്ല എന്ന കാരണത്താൽ റസൂലുള്ള പറയുകയാണ്, ഇത് ലോകാവസാനത്തിന് അടയാളമാണ്. ലാ തഖൂമു സ്സാഅ. ഇങ്ങനെ ഒരവസ്ഥാവിശേഷം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞത് ശരിയാണോ ചിന്തിക്കാൻ. റസൂലുള്ള പറഞ്ഞത് പുലർന്നില്ലേ? മക്കളെ വീട്ടിലിരുന്നിക്ക, മാതാപിതാക്കൾ എതിർക്കാൻ, മോനെ ഇപ്പോൾ ഇശാ മഗ്‌രിബിന്റെ ഇടയിലൊന്നും ഒന്നും വെച്ച് സിനിമ ഒന്നും വെച്ച് കാണരുത്, പോയിക്കോ ഇറങ്ങി വാ, പോയി ചായ ഇട്ടുകൊണ്ട് വാ, ചായയും കടിയൊക്കെ കഴിച്ച് റാഹത്തായിട്ട് അതിനകത്തിരിക്കുക. ക്രിക്കറ്റ് കളി കാണുന്നു, ഫുട്ബോൾ കളി കാണുന്നു, അപ്പായും ഉമ്മയൊക്കെ പടിക്ക് പുറത്ത്. നോട്ടുകാരാകുന്ന കുറേ കൂട്ടുകാരുണ്ട്, കഞ്ചാവ് അടിച്ചിട്ട് കിറങ്ങിയിരിക്കുന്ന ടീംസുകളുണ്ട്. അവന്മാരെല്ലാം കയറ്റി റൂമിനകത്ത് കയറ്റി കഥ അടച്ചിട്ട് ഇങ്ങനെ ഇടുക. ഉമ്മ ചായ ഇട്ട് വന്ന് വാതിൽ തുറന്നപ്പോൾ പുക കൊണ്ട് ഇടങ്ങേറ്, മൊത്തത്തിൽ പുകയാണ്. ഹായ്, ഇതെവിടെ? മായാ ലോകത്തെത്തി. ഇതാണ് വേറെ ലോകം. അല്ലാഹു ആക്കട്ടെ. സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് അല്ലേ? കൂട്ടുകാരെയൊക്കെ വിളിച്ച് വീട്ടിൽ ഇരുന്നിട്ട് ഭയങ്കര ട്രീറ്റ് പരിപാടികൾ, അടച്ചിട്ട റൂമിൽ ഇരുന്നിട്ട് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയായിട്ട് ഭയങ്കര കലാപരിപാടികൾ. പഠിക്കുക എന്നാ പറയുന്നത്. പഠിക്കണോ പഠിപ്പിക്കണോ? അല്ലാഹു ആക്കട്ടെ.
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവസാന കാലഘട്ടത്തിന്റെ അടയാളങ്ങളാണ് യക്സുറു സിനാ, വ്യഭിചാരം അധികരിക്കും, സാബ വയക്സുറു ഔലാദു സിനാ, ജാരസന്തതികൾ അധികരിക്കും, സാബ വയക്സുറു ശുർബുൽ ഖംരി, കള്ളുകുടി അധികരിക്കും, സാബ. ന്യൂ ഇയറിന്റെ രാവിൽ, ക്രിസ്മസിന്റെ രാവിൽ, ഓണത്തിന്റെ തലേ ദിവസം, വാപ്പ മരിച്ചതിന്റെ ദിവസം, അതിന്റെ അടിയാധാരത്തിന്റെ ദിവസം, അതിന്റെ ആണ്ട് കഴിക്കുന്ന ദിവസം, സുബ്ഹാനല്ലാഹ്, വേണ്ടുന്ന എല്ലാ ദിവസങ്ങളിലും മക്കളെ കള്ളുകുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വയക്സുറു ശുർബുൽ ഖംരി, കള്ളുകുടി അധികരിക്കും, സാബ, അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ലഹരി ഉപയോഗം വല്ലാതെ കൂടും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ് യൂശികുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅൽ ലകിലതു ഇലാ ഖസാതിഹാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവസാന കാലഘട്ടം കടന്നു വരുമ്പോൾ അവിശ്വാസികളാകുന്ന ജനകോടികൾ മുഴുവനും മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയുമേ, മുസ്ലിമീങ്ങളുടെ ശത്രുത വെക്കുമേ, ശത്രുത പുലർത്തുമേ. ഉടനെ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ കാലഘട്ടത്തിൽ ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ റസൂലേ? എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ ശത്രുക്കൾ ഞങ്ങളുടെക്കെതിരെ തിരിയുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ സഹാബത്തിനോട് പറയുകയാണ്, അല്ല സഹാബ ബൽ അൻതും കസീർ, നിങ്ങളെന്ന് എണ്ണത്തിൽ കൂടുതലാണ്. അവസാന കാലഘട്ടത്തിലുള്ള മുഅ്മിനീങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, ലോകരാജ്യങ്ങൾ മുഴുവനും എണ്ണി തിട്ടപ്പെടുത്തുമ്പോ നിങ്ങൾ ജനബാഹുല്യം കൂടുതലാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് സഹാബ, വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, ഈമാനിന്റെ പ്രഭ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളില്ല, നിങ്ങൾക്ക് ഈമാൻ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെ പോലെ തീർത്തും വേസ്റ്റാണ് നിങ്ങളെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈമാനില്ല, ഈമാനിന്റെ പ്രഭ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പേരിന് മാത്രം മുസ്ലിം, ആധാർ കാർഡിൽ മുസ്ലിം, റേഷൻ കാർഡിൽ മുസ്ലിം, ID കാർഡിൽ മുസ്ലിം, പാസ്പോർട്ടിൽ മാത്രം മുസ്ലിം, ദീനിയായ ഒരു വിഷയത്തിലും ഒരാളുമില്ല. ഒരു പേരിന് മാത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ നമസ്കാരം 5 വഖത്ത് എന്തേ ഈ മഹല്ലത്തിലുള്ളവർ ജമാഅത്ത് ശ്രദ്ധിക്കാതെ പോകുന്നവർ, ഇല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പോയി തൊട്ടടുത്തുള്ള നിന്റെ സ്ഥാപനത്തിനടുത്തുള്ളതാകുന്ന പള്ളിയിൽ നീ ജമാഅത്ത് ശ്രദ്ധിക്കാതെ പോകുന്നത് എന്ത്? ജുമുഅ പോലെ തന്നെ നിനക്ക് നിർബന്ധമാക്കപ്പെട്ടതാകുന്ന കാര്യമല്ലേ ജമാഅത്ത്? ശ്രദ്ധിക്കണ്ടേ? വലിയ ശ്രേഷ്ഠമായ സുന്നത്തല്ലേ? എന്തേ നീ ശ്രദ്ധിക്കാതെ പോയത്? സഹോദരിമാരെന്തുകൊണ്ട് നമസ്കാരങ്ങൾ ആദ്യ വഖത്ത് ശ്രദ്ധിക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ആദ്യ വഖത്ത് ശ്രദ്ധിക്കുന്നില്ല? മിക്ക സഹോദരിമാരും ളുഹർ നമസ്കരിക്കുന്നത് അസ്ർ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പാണ്. എന്താ അങ്ങനെ വന്നാൻ കാരണം? അസ്ർ നമസ്കരിക്കുന്നത് മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്, സുബഹി നമസ്കരിക്കുന്നത് നേരം പരപരാ വെളുത്തതിന് ശേഷം. എന്താ അങ്ങനെ ആയിപ്പോയത്? നമുക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. നമുക്ക് കുറെ ദുന്യവിന്റെ ആവശ്യം മതി, ദുന്യാവിന്റെ കാര്യം നടന്നാൽ മതി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വലയൻസിഅന്നല്ലാഹു ഫീ സുദൂരി അദൂയികുമുൽ മഹാബത മിൻകും, വലയൻസിഅന്നല്ലാഹു ഫീ സുദൂരി അദൂയികുമുൽ മഹാബത മിൻകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവസാന കാലഘട്ടം കടന്നു വരുമ്പോൾ അവിശ്വാസികളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ മുഅ്മിനേ നിങ്ങളോടുള്ള ഭയപ്പാട് ലവലേശം ഉണ്ടാവുകയില്ല. മുഅ്മിനിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അന്ന് വഹ്നെന്ന രോഗമായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹന, നിങ്ങളുടെ ഹൃദയത്തിൽ വഹ്നെന്ന രോഗമാ. അവിശ്വാസികൾക്ക് നിങ്ങളോട് ഭയമില്ലാത്ത കാലഘട്ടമാണിതെന്ന് ഹബീബായ റസൂലുള്ളാഹി.
ഒരു കാലഘട്ടത്തിൽ മുസ്ലിമായ മനുഷ്യനെ കണ്ടാൽ മുണ്ടൊക്കെ അഴിച്ചിട്ട് വളരെ ഭവ്യതയോടുകൂടി കൈകൂപ്പി നിന്നതാകുന്ന അയൽവാസികൾ പോലും ഇന്ന് മുണ്ടൊക്കെ മടക്കിക്കൂട്ടി കയ്യിൽ രാഗിയും വെച്ചിട്ട് ജിന്ദാബാദ് കായും മായും പൂവൊക്കെ ചേർത്തിട്ട് ചെറി വിളിച്ചുകൊണ്ട് റോഡിൽ ഇങ്ങനെ റാലി നടത്താം. നമ്മൾ തന്നെ അതിശയിച്ചു, വടച്ചാൻ ഇവനല്ലേ അവിടെ അപ്പുറത്ത് താമസിച്ചവൻ. അവന്റെ മനസ്സിനുള്ളിൽ വർഗീയത പുറത്തേക്ക് വന്നു. വർഗീയത ആരും ഇട്ടുകൊടുത്തതാണ്, അതിങ്ങനെ പുറത്തേക്ക് ചാടുകയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ലോകരാജ്യങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയും ആ സമയം എന്ന് ഹബീബ് റസൂലുള്ളാഹി. കണ്ടില്ലേ അമേരിക്ക ഇറാനെതിരെ തിരിഞ്ഞിരിക്കുന്നത് പോലെ. വലിയൊരു വിഷയമാണ്, ചെറിയ വിഷയമല്ല. ഇതിങ്ങനെ അണപൊട്ടി ഒഴുകും. ചിലർ പറയും ഒന്നുമില്ലടേ, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വിഷയങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും തമാദത്ത്, പുതിയത് നീണ്ടു വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. കഴിയാൻ പോകുന്നില്ല. ഇത് ഇമാം മഹ്ദി റളിയല്ലാഹുവിന്റെ വരവ് വരെ ഇങ്ങനെ നീണ്ടു കിടക്കും. വർഷങ്ങൾ കടക്കാണ്, ഇഷ്ടം പോലെ ഉണ്ട്. അവസാന സമയം വരുമ്പോഴത്തേക്കും അറബ് രാജ്യങ്ങളെ മുഴുവനും പിടിച്ചു കെട്ടുമെന്നാണ് ഹബീബ് റസൂലുള്ളാഹി. അതുകൂടെ കഴിഞ്ഞിട്ടേ ആര് വരുള്ളൂ? ഇമാം മഹ്ദി റളിയല്ലാഹുവിന് വരുള്ളൂ. ഈ കാണുന്ന സൗദിയും ഈ കാണുന്ന തുർക്കിയും ഈ കാണുന്നതാകുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ മുഴുവനും തകർന്നു പോകും, എല്ലാം ഇല്ലാതാകും. അതൊക്കെ ശത്രുക്കൾക്ക് വരുതിയിൽ വരും. അപ്പോഴേ ആര് വരുള്ളൂ? ഇമാം മഹ്ദി റളിയല്ലാഹുവിന് വരൂ എന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി പറഞ്ഞത് പുലരണ്ടേ, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1400 വർഷം മുമ്പ് കാലക്കൂട്ടി പ്രവചിച്ചു ഈ കാലഘട്ടത്തെ നോക്കി ഹബീബ് റസൂലുള്ളാഹി. അവിടെയാണ് നമ്മുടെ ഈമാൻ ഉണരേണ്ടത്, ഈമാൻ പ്രവർത്തിക്കേണ്ടത് അവിടെയാ. അൽഹംദുലില്ലാഹ്, ഈ ഒരു കാര്യം റസൂലുള്ളാഹി മുമ്പേ പറഞ്ഞിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഈമാൻ ഉറയ്ക്കണം. അവസാന കാലഘട്ടത്തിൽ ഈമാൻ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ഫലഹു മിഅത്തു അജ്രി ഷഹീദിൻ, 100 ശുഹദാക്കളുടെ കൂലിയുണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല ഈമാൻ അടിയുറച്ച് ഈ കാലഘട്ടത്തിൽ അമൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നല്ലതുപോലെ അമൽ ചെയ്യുക. മോശമായ തലത്തിലേക്ക് നീ ചിന്തിക്കുക പോലും വേണ്ട. ഈ ലോകത്തുനിന്ന് വിട പറയും, ആ കാര്യം തീർച്ചപ്പെടുത്തിക്കോ. ഒരാൾ പോലും ഈ ലോകത്ത് ശാശ്വതത്വമില്ല. എല്ലാവരും ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവരാണ്. മരണപ്പെട്ടാൽ പിന്നെ ഈ ലോകത്ത് ആരെയും തന്നെ വെച്ചേക്കുകയുമില്ല, കൊണ്ടുപോയി ഖബറിനുള്ളിലേക്ക് വിടുകയാണ്. കണ്ടോ, മണ്ണിനടിയിൽ ഒരു ലോകം പരിചയപ്പെടാൻ വേണ്ടിയാണ് 3ാം ഘട്ടം. 1ാം ഘട്ടം അള്ളാഹുവിന്റെ തിരുഹദറത്തിൽ ആലമുൽ അർവാഹ്. 2ാം ഘട്ടം ഈ ഭൂമിയുടെ ഉപരിതലത്തിലായിരുന്നു. ഇവിടെ ഇങ്ങനെ കുറച്ചു കാലം പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ ഓടിക്കളിച്ച് ഇങ്ങനെ നടന്നു. ഇത് നമ്മളെ 3ാം ഘട്ടം മണ്ണിനടിയിലോട്ട് കൊണ്ടുപോവാ, ഭൂമിക്ക് അടിയിൽ പോയി കുറച്ച് പഠിച്ചിട്ട് പോവാ. അതൊരു ലോകമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. 4ാമത്തത് ഇവിടുന്ന് വീണ്ടും പുറത്തെടുക്കും, ആലമുൽ ഹശർ, ഖബറിന്ന് വീണ്ടും പുറത്തേക്ക് തള്ളിയിടും. 5ാം ഘട്ടം ഇവിടുന്ന് അനന്തമായൊരു ലോകത്തേക്ക്, ഒന്നില്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. 3ാം ഘട്ട ജീവിതം ഒരു നിസ്സാരമായ ഘട്ടമായി കാണരുതേ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫളഅ മിൻഹു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ലോകം, ഏറ്റവും മോശപ്പെട്ടതായ തരം, അത് ഖബറാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആരാണ് പറയുന്നത്? ചെറുപ്പക്കാരാ, അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാഖ വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ, മലഹറുള്ള തമ്മായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്തൂഖായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്. ആരാണ് പ്രവാചകൻ? എന്ത് കണ്ടിട്ടാണ് ഇത് പറയുന്നത്? ഇസ്രാ മിഅ്റാജ് രാവിൽ, റജബ് 27 രാവിൽ സ്വർഗം നേരിട്ട് കണ്ട പ്രവാചകനല്ലയോ? ആ സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ കണ്ട പ്രവാചകനല്ലയോ? നരകം നേരിട്ട് കണ്ട പ്രവാചകനല്ലയോ? ആ നരകത്തിന്റെ 4 കാലുകൾ 30,000 തലകൾ വ്യക്തമായി നേരിട്ട് കണ്ട പ്രവാചകനല്ലയോ? 30,000 തലകളുണ്ടത്രേ, 4 കാലുകളുണ്ടത്രേ നരക
നരകത്തിന് 300 വർഷങ്ങളായിട്ട് 3000 വർഷങ്ങളായി നിരന്തരമായി അള്ളാഹു കത്തിച്ചതാണ് നരകം. 30,000 തലകളുണ്ട്. ഓരോ തലകളിലും 30,000 വായകളുണ്ട്. 2 ചുണ്ടുകളുണ്ട്. മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകളുണ്ട്. 70,000 കടിഞ്ഞാലുകളുണ്ട് അത്രേ. വമഅ കുല്ലി സിമാമിൻ 70,000 മലായിക. ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകളാണ്. സാബാ 70,000 മലക്കുകളാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നരകത്തിന്റെ ചിത്രം റസൂലുള്ള വരച്ചു കാട്ടുകയാണ്. 4 കാലുകൾ, 30,000 തലകൾ, ഓരോ തലകളിലും 30,000 വായകൾ, 2 ചുണ്ടുകൾ, മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ, 70,000 കടിഞ്ഞാണുകൾ, ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകൾ വീതമുണ്ട്. സാബാ ഏകദേശം 490 കോടിയോളം മലക്കുകളെയാണ് നരകത്തിന്റെ മേൽ അല്ലാഹു അധീനപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാഹു തന്നെ ഖുർആനിലൂടെ പറഞ്ഞില്ലയോ, അലൈഹാ മലായിക ഗൈലാൻ സിദാൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. 3000 വർഷം രാവും പകലും നിരന്തരമായി കത്തിച്ച് കറുകറുത്തതാകുന്ന നരകത്തിന്റെ മേൽ അല്ലാഹു അധീനപ്പെടുത്തിയിരിക്കുന്നതായ 490 കോടിയോളം വരുന്ന മലക്കുകൾ. ഒന്നല്ല, 1000 അല്ല, 1 കോടിയല്ല, 490 കോടിയോളം വരുന്ന മലക്കുകളാണത്രേ. ആ മലക്കുകളെ കുറിച്ച് ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, അതിശക്തരായ മലക്കുകളാണവർ. അലൈഹാ മലായിക ഗൈലാൻ സിദാദ്. പരിപരുത്ത ഹൃദയത്തിന്റെ ആളുകളാണ്. ഒരാളോടും ലാഘവത്തോടുകൂടി നോക്കിയവർക്ക് ശീലമില്ല. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ പരിപൂർണമായി ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുന്നതായ മലക്കുകളാണ്. അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി തൃണവൽഗണിക്കുന്ന മലക്കുകളാണ്. അത്തരത്തിലുള്ളതാകുന്ന മലക്കുകളുടേതാകുന്ന രംഗങ്ങൾ, ആ നരകത്തിന്റെ തീജ്വാലകൾ കൊട്ടാര സമാനമായിട്ടാണ് തീപ്പൊരികൾ ആ നരകത്തിൽ നിന്ന് കടന്നു വരുന്നത്. സാബ ഇതെല്ലാം വ്യക്തമായി കണ്ടുകൊണ്ട് സാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത റസൂലുള്ള പറയുകയാണ്, നരകത്തിന്റെ ഭീകരതയേക്കാൾ എനിക്കെന്റെ ഏറ്റവും മോശപ്പെട്ടതാകുന്ന കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് നരകത്തെ കണ്ട പ്രവാചകന് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ പേടിക്കേണ്ട ഒരു ഭാഗമാണത്, നിസ്സാരമായ സ്ഥലമല്ല. എന്താ കാരണം? ഖബറിൽ നമ്മൾ ഒറ്റയ്ക്ക് നേരിടേണ്ടുന്നതായ ഒരു ഘട്ടം ഖബർ മാത്രമാണ്.